ഹായ് ഫ്രണ്ട്സ്, ഞാൻ സിമി. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൽവിൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കലത്തപ്പാണ്. മലബാറുകാരുടെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യമേ തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയുടെ കൂടെ തന്നെ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 6 ഏലക്കായും 1/2 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഇനി നമുക്ക് മിക്സി അടച്ചു വെച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചൊന്ന് എടുക്കണം കേട്ടോ. ഇപ്പം അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിത് അരി വെച്ചല്ല ചെയ്യുന്നത്, അരിപ്പൊടി വെച്ചാണ്. അപ്പം ഞാൻ 2 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടി തന്നെ എടുക്കുക, പുട്ടുപൊടി എടുക്കല്ലേ കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി മൊത്തം ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്നത് ഇപ്പം എത്ര പൊടിയാണോ എടുക്കുന്നത് അതനുസരിച്ചുള്ളൂ. ഇപ്പം ഞാനിവിടെ 2 കപ്പ് എടുത്തപ്പോൾ 1.5 കപ്പ് വെള്ളമാണ്. വെള്ളത്തിൻ്റെ അളവൊക്കെ കൃത്യം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ. എന്നിട്ട് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം പൊടിയല്ലേ, അപ്പം നന്നായിട്ടൊന്ന് അടിച്ച് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 1/2 സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കറക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു പേസ്റ്റായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ ആ മാവിൻ്റെ ബാറ്റർ കേട്ടോ. ഒത്തിരി വെള്ളം കൂടുകയും ചെയ്യല്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് വ്യത്യാസം വരുമായിരിക്കും. അത് നോക്കിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് ശർക്കര ഇതുപോലെ ചിരകി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് ഉരുക്കി നമുക്ക് പാനിയായിട്ട് എടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ആ ശർക്കര മൊത്തം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1.5 കപ്പ് ശർക്കര എടുത്തപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് ശർക്കര നന്നായിട്ട് ഉരുകി നന്നായിട്ടൊന്ന് അലിഞ്ഞ് നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ. ഇപ്പം നമ്മുടെ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന പരുവാകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ആ മാവിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ശർക്കരപ്പാനി നമ്മൾ ചേർക്കുമ്പോൾ ഒരു അരിപ്പ വെച്ചൊന്ന് അരിച്ചിട്ട് ചേർക്കണം. അതിനകത്ത് എന്തെങ്കിലും കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ചേർത്ത ഉടനെ തന്നെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് ആ മാവൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ വേറൊരാളുണ്ടെങ്കിൽ നമ്മൾ ആ ചേർത്ത് കൊടുക്കുന്ന വഴി ഒന്ന് മിക്സ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഇപ്പം തന്നെയാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കത് ചൂടാറുന്നതിന് മുന്നേ നമുക്കിത് കുക്കറിലൊന്ന് ആക്കിയെടുക്കണം. അപ്പം അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്യാവേ. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ലിറ്ററിൻ്റെ കുക്കർ എടുത്തിട്ടുണ്ട്. അലുമിനിയത്തിൻ്റെ കുക്കർ എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ അലുമിനിയത്തിൻ്റെ കുക്കറാണ് എടുത്തേക്കുന്നത്. ചൂടായ കുക്കറിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയും നെയ്യും ഒക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്ത് ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറിയുള്ളിയും ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഈ മൂത്ത് വരുന്ന സമയത്ത് മാവിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് മൂക്കുന്ന സമയത്ത് നമുക്കത് അവിടെ ചേർത്ത് കൊടുക്കാവേ. കാരണം മാവിൻ്റെ ചൂടാറുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുക്കറിൽ ഒഴിച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ മാവിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പാട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ബേക്കിംഗ് സോഡ ഉപ്പെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ സമയത്ത് നമ്മുടെ തേങ്ങാക്കൊത്തും ഇതുമൊക്കെ റെഡിയായി വന്നോളും കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കുകയും ചെയ്യല്ലോ കേട്ടോ. തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം ലോ ഫ്ലെയിമിലായിരുന്നു നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം വെച്ചേക്കുന്നത്. ഇനി നമ്മളൊരു 1 മിനിറ്റിലേക്ക് ഹൈ ഫ്ലെയിമിലേക്ക് ഒന്ന് ആക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ.
1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 4 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ നോബിയിൽ നിന്ന് ചെറുതായിട്ട് കൊമള പോലെ വരും കേട്ടോ. ഒരു 4 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ആവി വരും. പിന്നെ ഒരു 6 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ആവി വരും കേട്ടോ. നന്നായിട്ട് ആവി വരുന്ന സമയത്ത് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുക. അത് കൂടുതൽ സമയം നമ്മൾ കുക്ക് ചെയ്താൽ നമ്മുടെ കലത്തപ്പം ചോട്ടിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ കൃത്യം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിട്ട് വേറെ പണിക്ക് പോയാൽ നമ്മുടെ കലത്തപ്പം ഫ്ലോപ്പായി പോകും. ഒരു 6 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് ആവി വന്നായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മളൊരു 6 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുന്നത്. കുക്കർ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ഈർപ്പം അതിൻ്റെ ഉള്ളിലേക്ക് വീഴാതെ നമ്മൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ. ഇപ്പം നന്നായിട്ട് കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗമൊക്കെ നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാവേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫാനിൻ്റെ അടിയിലൊക്കെ വെച്ച് നിങ്ങൾക്കത് ഒന്ന് ചൂടാറാനൊക്കെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ച് ആ സൈഡിൽ നിന്നൊന്ന് നന്നായിട്ടൊന്ന് വിടിയിച്ച് കൊടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ ഫോർക്ക് വെച്ച് മാറ്റിയപ്പോഴത്തേക്ക് അതിന് ഒരു സൈഡ് ഒരു ഇച്ചിരി ഇതായിപ്പോയി കേട്ടോ. അത് കുഴപ്പമില്ല, എന്നാലും നല്ല കറക്റ്റായിട്ട് തന്നെ നമ്മുടെ കലത്തപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാം. ഒരു കാര്യം, നമ്മൾ മാവിൻ്റെ കൺസിസ്റ്റൻസി, നമ്മൾ അതിനകത്ത് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ നമ്മൾ ശർക്കര ഉരുക്കിയ ഉടനെ തന്നെ നമ്മൾ ആ മാവിലേക്ക് ചേർക്കണം. ആ മാവിൻ്റെ ചൂട് മാറുന്നതിന് മുന്നേ നമ്മളത് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്ന കുക്കിങ്ങിൻ്റെ ടൈമില്ലേ, അത് കറക്റ്റ് ആയിരിക്കണം. ഈ 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡിയാക്കി എടുക്കാതെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.